بسم الله الرحمن الرحيم وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم اضطره إلى عذاب النار وبئس المصير. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സകല പ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനും സർവശക്തനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ജീവിതത്തിൽ പാലിച്ചു പുലർത്തി തഖ്വയുള്ളവരായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സ്വന്തമെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം വർഷാന്തരങ്ങൾക്കപ്പുറം ഇബ്രാഹിം അലൈഹിസ്സലാം വിളിച്ച വിളി കേട്ട് മക്കയിലേക്ക് ഹജ്ജിനു വേണ്ടി ആളുകൾ ഇന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ മിൻ ഫജ്ജിൻ അമീഖ്. നീ വിളിക്കുക, മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തും ഊടുവഴികളിലൂടെയും നടന്നും അവർ അങ്ങോട്ടെത്തിക്കൊണ്ടിരിക്കും. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഹജ്ജിനു വേണ്ടി അന്ന് വിളിച്ച വിളി. ആ വിളിക്കുത്തരം നൽകിയിട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോലും ആളുകൾ ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുന്നത്, വന്നുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വിശേഷിപ്പിച്ചത് ഉമ്മത്തൻ ഖാനിതൻ, ഉമ്മത്ത് എന്നാണ്, സമുദായം എന്നാണ് അതിന്റെ അർത്ഥം. ഉമ്മത്ത്. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നിട്ട് പോലും അദ്ദേഹത്തെ അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത്. ഒരു സമുദായം ചെയ്യേണ്ടുന്നത് മുഴുവൻ ഒറ്റയ്ക്ക് നിർവഹിച്ചവനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഇബ്രാഹിമിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് നമ്മോട് അള്ളാഹു പറയാൻ കാരണം. ലഖദ് കാന ലക്കും ഫി ഇബ്രാഹീമ ഉസ്വത്തുൻ ഹസന. ഇബ്രാഹിം അലൈഹിസ്സലാമയിൽ നിങ്ങൾക്ക് ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫി ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശ്രദ്ധേയവും നിത്യപ്രസക്തവുമായിട്ടുള്ള കുറെ പ്രാർത്ഥനകൾ കാണാൻ സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ചില പ്രാർത്ഥനകളാണ്, നമ്മൾ നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനകളുമാണ്. അത് എല്ലാ മേഖലകളിലേക്കും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ നമ്മൾ കാണാൻ സാധിക്കും. ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ അദ്ദേഹം ഒരു കുടുംബനാഥനാണ്, ഒരു മകനാണ്, അതോടൊപ്പം ഒരു നാടിന് നേതൃത്വം നൽകുന്ന ഒരു പ്രവാചകനാണ്, അവർക്കുള്ള ഇമാമാണ്. അവിടെയൊക്കെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം മാതൃക കാണിച്ചു. ഒരു കുടുംബമാകുമ്പോൾ ആ കുടുംബം ഇസ്ലാമികമായിരിക്കണം എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ അതുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത വമിൻ ദുർരിയതി റബ്ബനാ തഖബ്ബൽ ദുആ. പടച്ചോനെ, റബ്ബി ജഅൽനി മുഖീമസ്സലാ, എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കണം. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് നമസ്കാരം. അത് നിലനിർത്തുന്നവനാകണേ. മുഖീമസ്സലാ, ഞാൻ മാത്രല്ല എന്റെ കുടുംബവും. വമിൻ ദുർരിയതി, എന്റെ സന്താനങ്ങളും എന്റെ മക്കളും എന്റെ കുടുംബവും. അത് ആ രീതിയിൽ ഞാൻ മാത്രം പോരാ, എല്ലാവരും ആ രീതിയിലുള്ളാകണം. റബ്ബനാ തഖബ്ബൽ ദുആ,
പടച്ചോനെ എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിന്റെ 49-ാമത്തെ വചനത്തിൽ കാണാൻ പറ്റും. അത് നമുക്ക് ഇവിടെ മാതൃക ഉണ്ട്. കുടുംബത്തെ, മക്കളെ ദീനിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. നമ്മളെ മക്കൾ അങ്ങോട്ട് വരുന്നുണ്ടോ? നമ്മള് കല്യാണത്തിന് പോകുമ്പോൾ മക്കളെയും കുടുംബത്തിനെയും കൊണ്ടുപോകും. നിസ്കരിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒറ്റക്കാ പോണത്. അങ്ങനെയല്ലല്ലോ വേണ്ടത്. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു, ഭൗതികമായ പല കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ മക്കളെയും കുടുംബത്തെയും കൂട്ടുന്നുണ്ട്. പാരിത്രിക ലോകത്ത് ഗുണം കിട്ടുന്ന കാര്യം ആകുന്നിടത്ത് എല്ലാരും ഉണ്ടോ? കുടുംബസമേതം ഉണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറയുന്നത്. മറ്റൊരു പ്രാർത്ഥന കാണാൻ സാധിക്കും, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക, ഞങ്ങൾ രണ്ടുപേരെ, ഇബ്രാഹിം അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം കഅബാലയം അസ്ഥിവാരമിട്ട് പണി കഴിഞ്ഞ് വരുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്ന റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക, ഞങ്ങൾ രണ്ടുപേരെയും പടച്ചോനെ നിന്റെ മാർഗത്തിൽ ഒതുങ്ങി നിൽക്കുന്ന കീഴൊതുങ്ങിയ മുസ്ലിങ്ങളാക്കി മാറ്റണേ. വമിൻ ദുർരിയ്യത്തിന, ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന സന്തതി പരമ്പരകളെയും ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, നിനക്ക് കീഴൊതുങ്ങുന്ന ഒരു സമൂഹമാക്കണം. കണ്ടി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ വ്യാപ്തി എത്രയാണ്. ആ പ്രാർത്ഥനയുടെ വ്യാപ്താണ് കുടുംബവും സമൂഹവും എല്ലാം ഒന്നടങ്കം ദീനുള്ളവരായിരിക്കണം. ഇങ്ങനെ കുടുംബത്തിന്റെ ആത്മീയമായിട്ടുള്ള കാര്യം, അത് ആത്മീയ അടിത്തറ ഭദ്രമായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. നമുക്കും ഇവിടെ മാതൃകയാണ്. വിശുദ്ധ ഖുർആൻ നമ്മുടെ മൊത്തം സമൂഹത്തോട് പറഞ്ഞ വിശ്വാസികളെ വിളിച്ച് പറഞ്ഞെന്തറിയോ? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഈമാനുള്ളവരെ, ഇത്തഖുല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും നരകത്തെ സൂക്ഷിച്ചു കൊള്ളണം. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങൾ മാത്രല്ല, അപ്പൊ നമ്മൾ പോകുമ്പം പള്ളിയിലേക്ക് നന്മകളിലേക്ക് പോകുമ്പോ കുടുംബവും ഉണ്ടാവണം അതിന്റെ കൂടെ എന്നാണ് പറഞ്ഞത്. അഹ്ലീകും നാറൻ, കുടുംബസമേതം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ആ നരകത്തിന്റെ അവസ്ഥയും അതിന് കാവൽ നിൽക്കുന്ന ആൾക്കാരെ അവസ്ഥയാണ്, അവരുടെ പരുഷതയുമാണ് പിന്നീട് ആയത്തിൽ പറയുന്നത്. അപ്പൊ ആ ഒരു നരകത്തിൽ നിന്ന് കുടുംബത്തെ രക്ഷപ്പെടുത്തണമെന്ന് പൊതുനിർദ്ദേശം ഖുർആൻ വേറെ പറയുന്നുണ്ട്. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം നമുക്ക് ഈ രംഗത്ത് നല്ല മാതൃക കാണിച്ചിരുന്നുണ്ട്. ഈ പ്രാർത്ഥനകളുമായിട്ടായിരിക്കണം നമ്മളെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നമ്മളെ ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. പിന്നെ നിങ്ങൾ മക്കൾ നല്ലവരാകാൻ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കൾ ഉണ്ടാകുന്നത് കുറെ വയസ്സായിട്ടാണ്. അദ്ദേഹത്തിന് വളരെ പ്രായം ചെന്നതിന് ശേഷം മകനുണ്ടാകുന്നു. അതിനു വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ പറഞ്ഞതാ, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബിലി ഹുക്മൻ വഅൽഖിനി ബിസ്വാലിഹീൻ. അങ്ങനെയും പ്രാർത്ഥിക്കുന്നു. എന്റെ രക്ഷിതാവേ, എനിക്ക് നീ തത്വജ്ഞാനം നൽകുകയും എന്നെ നീ സജ്ജനങ്ങളോടൊപ്പം ഉൾപ്പെടുത്തുകയും ചേർക്കുകയും ചെയ്യണമേ എന്ന് പറയാം. അപ്പൊ ഈ പ്രാർത്ഥനകള് അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നമ്മളും ആലോചിക്കുക. പിന്നെ പറഞ്ഞു, നിങ്ങള് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ കുറിച്ച് എന്താ പറയാ? നമ്മളാലോചിച്ചോളൂ, നമ്മളെ കുറിച്ച് നമ്മൾ മരണപ്പെട്ടാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കൂല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആളുകള് മയ്യത്ത് കുളിപ്പിച്ച് മറമാടും, കണ്ടോ സംസാരിക്കും. പിന്നല്ല, ഇബ്രാഹിം അലൈഹി സ്വലാം എന്നാൽ പറയുന്നത്, എന്റെ പിൽക്കാലക്കാർക്കിടയിൽ എനിക്ക് സൽകീർത്തി ഉണ്ടാക്കണേ. അയാൾ ഉണ്ടായിരുന്നെങ്കിൽ അത് നടക്കൂല, അറിയില്ലേ? ഇബ്രാഹിം അലൈഹി സ്വലാം അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, വജ്അല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരെന്നെ സത്യസന്ധമായിട്ട് എന്നെ കുറിച്ച് നല്ലത് പറയണേന്നാ. നല്ലത് പറയിപ്പിക്കാൻ കുറച്ച് ഇടങ്ങേറാ, ചീത്ത പറയിപ്പിക്കാൻ വളരെ എളുപ്പാ. അപ്പൊ നല്ലതായിട്ട് എന്റെ ജീവിതത്തിൽ നന്മയെ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് നല്ല പറയാം. പിൽക്കാലക്കാര് നന്മയിലേക്ക് നയിക്കുന്ന പിന്നെ ഒരാളാവണം. ശേഷം വരുന്നൊരു റസൂലിനെയും അതുപോലെ തന്നെ നിയോഗിക്കുകയും ചെയ്യണേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം. നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്ന നന്മകളെ അത് തുടർത്തി കൊണ്ടുപോകാൻ നമുക്ക് ശേഷമുള്ള ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി പ്രാർത്ഥനയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും, പടച്ചോനെ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് നീ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. ആരെ? ഒരു പ്രവാചകനെ, ഒരു റസൂലിനെ, ഒരു ദൂതനെ. യത്ലു അലൈഹിം ആയാതിക, നിന്റെ
കിതാബ്, നിന്റെ വേദഗ്രന്ഥത്തെ ആയത്തുകളെ ഓതിക്കൊടുക്കുന്ന, വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, വേദവും തത്വജ്ഞാനവും പഠിപ്പിക്കുന്ന ഒരു റസൂലിനെ, വയുസക്കീഹിം, ജനങ്ങളെ സംസ്കരിച്ചെടുക്കുന്ന ഒരു റസൂലിനെ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് നിയോഗിക്കണമേ. ഇന്നക അൻതൽ അസീസുൽ ഹകീം, തീർച്ചയായും നീയാണ് പ്രതാപശാലിയും അതോടൊപ്പം തന്നെ അഗാധമായ കാര്യങ്ങൾ അറിയുന്ന. അപ്പൊ എന്റെ പിൻഗാമികൾ വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ പിൻഗാമി ആയിക്കൊണ്ടൊരു റസൂലിനെ നിയോഗിക്കണേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മുടെ പിതാവ് എന്ന് പറഞ്ഞ അദ്ദേഹം എന്നൊരു പറയാം, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ. അതാണ് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ഫീ ളലാലിൻ മുബീൻ. അതേ റസൂലിനെ കുറിച്ച് സൂറത്ത് ജുമുഅയിൽ അല്ലാഹ് പറഞ്ഞതാ. ആ പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഫലമാണ് ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ഇത്തരത്തിലുള്ള സുപ്രധാനമായ പ്രാർത്ഥനകൾ അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. ആ കൂട്ടത്തില് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രാർത്ഥന, എന്നും നിത്യപ്രസക്തവും അനുയോജ്യവുമായിട്ടുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. 2-ാം അധ്യായത്തിന്റെ 126-ാമത്തെ വചനം. ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ പോലും നമ്മൾ അനുവർത്തിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ്, അതിന്റെ ആശയമാണ്. എന്താണെന്നറിയോ? ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിന, പടച്ചോനെ എന്റെ നാടിനെ നീ സുരക്ഷിതത്വമുള്ള നാടാക്കി മാറ്റണമേ. രാജ്യ സുരക്ഷയെ കുറിച്ച്. പിന്നെ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, മാത്രമല്ല ഈ നാട്ടുകാർക്ക് നീ നല്ല ഭക്ഷണം നൽകണമേ. ഭക്ഷ്യ സുരക്ഷയെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അവിടെ ചെറിയൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് അല്ലാഹ് ഉടനെ തന്നെ തിരുത്തി കൊടുത്തു. ഒരു രാജ്യത്ത് സമാധാനം ഉണ്ടാവുക എന്ന് പറയുന്നത്, അങ്ങനെ സമാധാനം ഉണ്ടാക്കുക എന്നതും സമാധാനത്തിന് ഭംഗം വരുത്താതിരിക്കുക എന്നതും ഇബ്രാഹിമി മില്ലത്തിൽപ്പെട്ടതാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ടാ, ഒരു മനുഷ്യന് സുഖമായിട്ട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ, വീട്ടിൽ, കുടുംബത്തിൽ കിടന്നുറങ്ങാൻ പറ്റപ്പോഴാ, സുരക്ഷിതത്വം ഉണ്ടാകുമ്പോഴാണ്. സുരക്ഷിതത്വം ഇല്ലെങ്കിൽ ഉറക്കം കിട്ടൂല, എപ്പോഴാ തല പോണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം പറയാ, എന്റെ നാടിനെ സുരക്ഷിതത്വമുള്ള നാടാക്കി മാറ്റണം. റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിന. അന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അത് ഇന്നും നിത്യപ്രസക്തമാണ്. രാജ്യത്ത് സമാധാനം. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രിയൊക്കെ പ്രഖ്യാപിച്ചു. ഇന്നും പല ആളുകൾ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതും മുസ്ലിങ്ങൾ അങ്ങനെയാക്കി മാറ്റും, അവരുടെ സുരക്ഷിതത്വമില്ലാതെ ആക്കി മാറ്റും എന്ന് പറയുന്നവരും അങ്ങനെ ചെയ്യുന്നവരുമാണ് ഈ സമൂഹത്തിലുള്ള മറ്റുള്ളവർ. യഥാർത്ഥത്തിൽ അതല്ല. മുസ്ലിങ്ങളെ കയ്യിൽ ഒരു അധികാരം കിട്ടിയാൽ, മുസ്ലിങ്ങളെ കയ്യിൽ ഒരു നേതൃത്വം കിട്ടിയാൽ അവിടെ സമാധാനം ഉണ്ടാകും എന്നാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതാണ് അള്ളാഹിന്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത്. അതിനു വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിന. അപ്പൊ സമാധാനം ഉണ്ടാവുക, രാജ്യത്തിന് സുരക്ഷിതത്വം ഉണ്ടാവുക. പിന്നെയോ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, ഭക്ഷ്യ സുരക്ഷ ഉണ്ടാവുക. രാജ്യസുരക്ഷയും ഭക്ഷ്യസുരക്ഷയും ഇത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിലുള്ളതാണ്. എന്റെ കാരണം ഒരു മനുഷ്യന് സമാധാനമായി ജീവിക്കാൻ രണ്ടും വേണം. ഒന്ന് ഭക്ഷ്യസുരക്ഷ വേണം, ഭക്ഷണം ഇല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയൂല. അതുപോലെ തന്നെ രാജ്യത്ത് സുരക്ഷിതത്വം ഉണ്ടെങ്കിലേ ഈ തിന്നാൻ കിട്ടിയിട്ട് കാര്യമല്ലല്ലോ. പിന്നെ സമാധാനം ഇല്ലെങ്കിലോ വിശപ്പ് മാറൂല. അപ്പൊ ഈ ഇത് രണ്ടിനു വേണ്ടിയിട്ടും അദ്ദേഹം പ്രാർത്ഥിച്ചു. അതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞെന്തറിയോ, ഇങ്ങനെ കൊടുക്കേണ്ടത് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് നീ ഭക്ഷ്യസുരക്ഷയും പിന്നെ സമാധാനം, രാജ്യസുരക്ഷയും നൽകണേ എന്ന് പ്രാർത്ഥിച്ചപ്പോ അള്ളാഹ് പറഞ്ഞു, അല്ല അങ്ങനെ പറയരുത്. പിന്നെ പറയേണ്ടത് എന്താണ്? നീ അള്ളാഹ് പറഞ്ഞിട്ടറിയോ, ഖാല വമൻ കഫറ, ഈ ഭക്ഷ്യസുരക്ഷയും ഈ രാജ്യസുരക്ഷയും അവിശ്വാസികൾക്കും നാം നൽകും. അതാണ് മുസ്ലിം. അങ്ങനെ ആയിരിക്കണം. റസൂലിന് ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങനെ ഒരു സങ്കുചിതത്വം വന്നോ എന്ന് അവിടെ അള്ളാഹു തിരിച്ചറിയുന്നു. അങ്ങനെ വന്നോ എന്ന് സംശയിച്ചപ്പോ തിരിച്ചു കൊടുത്തു. അങ്ങനെ പാടില്ല. ഇവിടെ മനുഷ്യൻ എന്ന കാറ്റഗറിയാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിലും സമാധാനത്തിന്റെ കാര്യത്തിലും. അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്. വർഗീയതയോ ഭീകരവാദമോ തീവ്രവാദമോ മുസ്ലിങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ആളുകളെ അവർ വായിക്കേണ്ട ആയത്താണിത്. റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിന.
വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ ഈ കാര്യം ഉൾപ്പെടുത്തിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത് മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫറ ഫഉമത്തിഉഹു ഖലീലൻ. എന്നാൽ അവർക്ക് നാം അല്പം അതെല്ലാം തന്നെ ദുനിയാവെന്ന് കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ അവരതിൽ അവിശ്വാസം കാണിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ശിക്ഷ നാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പരലോകത്താണ്. ഇവിടെ ഒരാളെ ഭക്ഷണം തടയാനോ, ഒരാളെ സമാധാന ജീവിതം തടയാനോ, ഒരാളെ യാത്രാ സ്വാതന്ത്ര്യം നിഷേധിക്കാനോ, ഏത് വസ്ത്രം ധരിക്കണം, ഏത് ഭക്ഷണം കഴിക്കണമെന്ന് അത് നിഷേധിക്കാനോ ഒരാൾക്കും അവകാശമല്ല. അതങ്ങനെയാണ് ഇസ്ലാം. അതോടെ അങ്ങനെയാണ് രാജ്യം. അപ്പൊ അതായിരിക്കണം രാജ്യത്തിന്റെ അജണ്ടയും. അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ സംഗതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രാജ്യത്തിന്റെ സമാധാനം, രാജ്യത്തിന്റെ സുരക്ഷിതത്വം, അതിനു വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകള് കുറെ കാണാം നമുക്ക് വിശുദ്ധ ഖുർആനില്. അത് ഗ്രന്ഥങ്ങളാക്കിയിട്ട്, അത് മാത്രം ഗ്രന്ഥമാക്കിയിട്ടുള്ള ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും വിപുലമായിട്ടുള്ള പ്രാർത്ഥനകളാണ്. തന്റെ മക്കളെ കുറിച്ച്, സമൂഹത്തെ കുറിച്ച്, രാജ്യത്തെ കുറിച്ച്, തന്റെ പിൻഗാമികളായി വരുന്ന ആളുകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് പിന്നീട് ഇബ്രാഹിം അലൈഹി സ്വലാമത്ത് അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽ നിന്ന് ഇസ്ഹാഖും അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിലും ഇസ്ഹാഖ് ഉണ്ടാകുന്നു. ഇസ്ഹാഖിന്റെ സന്താന പരമ്പരയിൽ നിരവധി പ്രവാചകന്മാരാ വന്നത്. അദ്ദേഹം ഫലസ്തീനിൽ താമസമാക്കുകയും അദ്ദേഹത്തിന്റെ സന്തതി വംശ പരമ്പരയിൽ നിന്നാണ് ഇസ്രായേൽ സമൂഹവും അവരിൽ നിന്ന് ഏറ്റവും കുറെ പ്രവാചകന്മാർ. അദ്ദേഹത്തിന്റെ മറ്റൊരു മകനാണല്ലോ ഇബ്രാഹിം അലൈഹി സ്വലാമയുടെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാം മക്കയിൽ താമസാക്കുന്നു. ആ മക്കയിൽ നിന്നുള്ള വംശപരമ്പരയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കുന്നത്. അവരാണ് അറബികള്. മറ്റു ജൂതന്മാര് ക്രൈസ്തവരുമായി അങ്ങനെ പോയിട്ടുള്ളവര്. അപ്പൊ അവരിൽ നിന്നൊക്കെ ധാരാളം പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. അത് ഇബ്രാഹിം അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളെ അള്ളാഹു നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് മാതൃകയാക്കാനാണ്. അപ്പം കുടുംബത്തിന്റെ ആത്മീയമായിട്ടുള്ള അടിത്തറ ഭദ്രമാക്കാൻ പ്രാർത്ഥിക്കുക. അതോടൊപ്പം രാജ്യത്തിന്റെ സുരക്ഷിതത്വം, ഭക്ഷണം, സമാധാനം, ഇവയൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ നമ്മൾ കാണാൻ സാധിക്കും. കുറെ പ്രാർത്ഥനകളുണ്ട്. അതുകൊണ്ട് ആ പ്രാർത്ഥനകളൊക്കെ നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധിക്കുമ്പോഴാണ് ജീവിതത്തിലെ ഇബ്രാഹിമിന്റെ മില്ലത്ത് അനുസരിച്ച് ജീവിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വഅലിഹി വസഹബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാതി തഖുല്ലാഹ ഇബാദല്ലാഹ്. നമ്മൾ ഹജ്ജിന്റെ മാസത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവാണ്. ദിവസങ്ങൾ കഴിഞ്ഞാൽ ഹജ്ജിന്റെ മാസം ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഹജ്ജ് മാസം എന്ന് പറയുന്നത് പവിത്രമാക്കപ്പെട്ട മാസമാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട അന്ന് അള്ളാഹുവിന്റെ അടുക്കൽ 12 മാസങ്ങൾ, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി ഇസ്നാ അശറ ശഹ്റൻ യൗമ ഖലഖ സമാവാതി വൽ അർദ് ഫീഹിന്ന അർബഅത്തുൻ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം ഇസ്നാ അശറ ശഹ്റൻ 12 എണ്ണമാണ്. 12 മാസങ്ങൾ. യൗമ ഖലഖ സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ അങ്ങനെയാണ്. അത് പറയണേ ഫീഹിന്ന അർബഅത്തുൻ ഹുറും, അതിൽ 4 എണ്ണം പവിത്രമായ മാസങ്ങളാണ്. 4 മാസങ്ങൾ പവിത്രമാണ്. ഏതൊക്കെയാണ്? ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം. തുടർച്ചയായി വരുന്നതാ. അവസാനത്തെ 2 എണ്ണം, ആദ്യത്തെ 1, പിന്നെ ഇടയ്ക്ക് വരുന്ന റജബ് മാസവും. ഈ 4 മാസങ്ങളാണ് പവിത്രമാക്കപ്പെട്ടിരിക്കുന്ന മാസങ്ങൾ. ഈ മാസങ്ങളിൽ യുദ്ധമോ സംഘർഷങ്ങളോ സംഘട്ടനങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഇത് 2 മാസങ്ങള് ഹജ്ജിന്റെ മാസം തുടങ്ങുന്നതും ഒരു ഹജ്ജിന്റെ മാസം കഴിഞ്ഞിട്ടും. അങ്ങനെ ആലോചിച്ചോക്കണ്ടി. ദുൽഖഅദില് ആളുകൾ പോകാൻ തുടങ്ങി ഹജ്ജിന്റെ ആ തീർത്ഥാടനത്തിന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഹജ്ജ് തുടങ്ങിയിട്ടില്ല. ദുൽഹിജ്ജയിൽ അതിന്റെ 8-ന് ഹജ്ജ് തുടങ്ങുന്നു. അതിനു മുമ്പേ ജനങ്ങള് ലക്ഷക്കണക്കിന് മനുഷ്യരെത്തുന്നു. ആ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴേക്ക് മുഹറമാകും. അപ്പൊ ഈ 3 മാസങ്ങളെ ഒന്നിച്ച് പവിത്രമാക്കി കളഞ്ഞെന്തേ? ഹജ്ജിനും ആരാധനകൾക്കും വരുന്ന ആളുകൾക്ക് സ്വസ്ഥമായി സമാധാനമായിട്ട് അവിടെ ആരാധനാ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് ഒരു സംഘർഷങ്ങളോ സംഘട്ടനങ്ങളോ യുദ്ധങ്ങളോ ഒന്നുമില്ലാതെ അവരെന്ത് ചെയ്യുക? സമാധാനത്തോടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഈ 3 മാസങ്ങളെ അടുത്തടുത്തായിട്ട് അള്ളാഹു പവിത്രമാക്കി കളഞ്ഞു.
പിന്നെ അതിനിടയ്ക്ക് വരുന്ന റജബ് മാസവുമാണ്. വേറെ മാസങ്ങൾക്കൊക്കെ സാധാരണ പോലെ പ്രത്യേകതയാണ്. അത് അതിലുള്ള എന്തെങ്കിലുമൊക്കെ റമദാനിന് പ്രത്യേകത ഉണ്ട്. റമദാൻ എന്ന് പറയുന്നത് കൊണ്ട് അതില് പ്രത്യേകമായിട്ടുള്ള ഒരു ഹുറുമത്ത്, ഹറാം എന്ന് പറഞ്ഞ് അർബഅത്തുൽ ഹുറും എന്ന് പറഞ്ഞാൽ അതിൽ പെട്ടിട്ടില്ല. പക്ഷെ അത് ഓരോ ദിവസങ്ങൾക്കും മാസങ്ങൾക്കൊക്കെ അവിടെ പല രീതിയിലുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. പക്ഷെ നിഷിദ്ധമാക്കപ്പെട്ട യുദ്ധവും സംഘർഷങ്ങളും നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളാണ് ഈ 4. ഇതിൽ പെട്ട ഒന്നാണ് ഹജ്ജ്, ദുൽഹിജ്ജ മാസം. ഹജ്ജിന്റെ കർമ്മങ്ങൾ കർമ്മങ്ങളിൽ നടക്കുന്ന വിശുദ്ധ ഖുർആന് ഈ ഹജ്ജിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 ദിനരാത്രങ്ങളും തന്നെയാണ് സത്യം. ഈ 10 ദിനരാത്രങ്ങളെ കുറിച്ച് എല്ലാ മുഫസ്സിറുകളും പറഞ്ഞിട്ടുള്ളത് ഇത് ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന ഹജ്ജിന്റെ മാസത്തെ ആദ്യത്തെ 10 ദിവസമാണ്. അതിലെല്ലാ ആരാധനാ കർമ്മങ്ങളും നടക്കുന്നുണ്ട്. അതിൽ നോമ്പുണ്ട്, പിന്നെ നമസ്കാരമുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്, അതുപോലെ തന്നെ ഹജ്ജ് ഉണ്ട്. എല്ലാ ആരാധനാ കർമ്മങ്ങളും നടക്കുന്ന 10 ദിനരാത്രങ്ങളാണ് വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞ അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ദുൽഹിജ്ജ 8-നാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ തുടങ്ങുന്നത്. യോമു തർവിയ, 9-ന് യോമു അറഫ, പിന്നെ യോമുൻ നഹർ. അങ്ങനെ ആ 5 ദിനരാത്രങ്ങളായിക്കൊണ്ട് അതിന്റെ കാര്യങ്ങള് 8 മുതൽ 13 വരെ അയ്യാമത്തെ ശരീക്കിന്റെ ദിവസങ്ങളടക്കം. അപ്പൊ അതിലാണ് ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം നടക്കുന്നത്. അതിന് മുമ്പേ ഉള്ള ദിവസങ്ങൾ കൂടി അതിന്റെ കൂടെ പിന്നെ ഭക്തിയുള്ളതാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ നന്മകൾ ചെയ്യുന്നതിന് കൂടുതൽ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതില് അറഫയിലെ നോമ്പിനെ കുറിച്ച് പറഞ്ഞു, അറഫ യുക്കഫിറു സനത്തിൽ മാലിയത്തിൽ ബാഖിയ. അറഫയിലെ നോമ്പിനെ നിങ്ങൾ അറഫയിൽ നോമ്പ് നോൽക്കേണ്ടത് ആ അറഫയിലെ നോമ്പിന് പിന്നെ നിങ്ങളെ കഴിഞ്ഞു പോയ പാപങ്ങൾ പുറത്തു തരാനുള്ള അതിന്റെ പ്രതിഫലം അങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെ നോമ്പുണ്ട്. അതില് ദാനധർമ്മങ്ങൾ ആ ദിവസങ്ങളിൽ ചെയ്യാം. അവിടെയൊക്കെ തന്നെ അതുണ്ട്. പിന്നെ ഉലൂഹിയത്ത് അതിലിറക്കാം. അവിടെയൊക്കെ നന്മകളാണുള്ളത്. അപ്പൊ എല്ലാ ആരാധനകളും അടങ്ങിയിട്ടുള്ള ഒരു ദിവസമാണ് യഥാർത്ഥത്തില് ഈ 10 ദിവസം. അതിലേക്ക് നമ്മള് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ദുൽഹിജ്ജയിൽ നമ്മൾ പ്രവേശിക്കും. അല്ലാഹ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ആ ഒരു ദിവസങ്ങളെ പവിത്രമായി കാണുകയും നന്മ ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യുക. നേരത്തെ ഉലൂഹിയത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഉലൂഹിയത്ത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതാണ്. റസൂൽ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്, മൻ കാന ലഹു സഅ, ആർക്കെങ്കിലും കഴിവുണ്ടായിട്ടും ഫലം യുളഹി, അവൻ ഉലൂഹിയത്ത് അറുക്കുന്നില്ലെങ്കിൽ ഫലാ യഖറബന്ന മുസല്ലന, അവർ ഞങ്ങളുടെ ഈദ് നമസ്കാര സ്ഥലത്തേക്ക് വരേണ്ടതില്ല. കഴിവുണ്ടായിട്ടും ഒരാള് ഉലൂഹിയത്ത് അറക്കാൻ അവൻ സന്നദ്ധനാകുന്നില്ലെങ്കിൽ അവന് പെരുന്നാൾസ്കാരത്തിന് വരേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് റസൂല പറഞ്ഞത്. അപ്പൊ നമ്മളത് ഗൗരവത്തിൽ കാണുകയും ജീവിതത്തിൽ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഭാഗവാക്കാകുകയും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് നന്നായി പഠിക്കുകയും പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതൃക മില്ലത്ത് പിൻപറ്റിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ.